ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ കറുമുറയെ കുറിക്കാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കടല ഫ്രൈ ആണ്. ഇത് നമ്മുടെ ചനാദാലാണ്, മറ്റേ പീനട്ട്സ് അല്ല. നമ്മൾ കറിയൊക്കെ വെക്കുന്ന കടലക്കറി വെക്കുന്ന കടലയാണ്. അത് നല്ല ക്രിപ്സി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചായയുടെ കൂടെയും അല്ലാതെ തന്നെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ കുറിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഞാനൊരു 250 ഗ്രാമോളം കടല എടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം സോക്ക് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ ഒരു വിസിൽ വന്നാൽ മതി. ഓവർ കുക്കാവരുത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതൊന്ന് പൊട്ടണം, അത്ര തന്നെ. ഒറ്റ വിസിൽ വന്നിട്ട് അത് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ടേബിളിൽ ഇങ്ങനെ ഒരു തുണി വെള്ളം വിരിച്ചിട്ട് നമ്മളത് ആ വെള്ളം ഉണങ്ങത്തക്ക രീതിയിൽ നിരത്തിയിടണം. അതിന് ശേഷം എടുത്തുകൊണ്ട് വന്നതാണത്. നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റൗ ഓണാക്കി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് 2-3 തവണയായിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അന്നേരം കൂടുതൽ എണ്ണ ഒഴിക്കണ്ട. ഒരു തവണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ പിന്നെ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ അതിന് ശേഷം ഞാനത് കാണിച്ചത് കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, നന്നായിട്ട് ചതച്ചത്, തോലോടുകൂടി തന്നെ ചതച്ചതാണ് വെളുത്തുള്ളി. അതുമാണ് എടുത്തിട്ടുള്ളത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായപ്പോൾ ആ വെന്ത കടല നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ചതച്ച് വെച്ച വെളുത്തുള്ളി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രമാത്രം നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമുക്കത് ഇളക്കി കൊടുക്കാം. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്, നാട്ടിലെങ്ങനെയുണ്ട്? തണുപ്പൊക്കെ തുടങ്ങിയോ? ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തണുപ്പും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് വേറെ എന്തോ പോലെ ആയി പോവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അല്ല എന്ത് ചെയ്യാനല്ലേ, ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂട്ടൊന്നും അല്ലല്ലോ ജീവിതം. ദൈവം നമ്മുടെ തലയിലൊരത് വരച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചെങ്കിലൊക്കെ അല്ലേ പറ്റുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്ന്. നമ്മളിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ ഉൾഭാഗം നല്ല ഇതായിട്ടുണ്ടെങ്കിൽ, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് കൊടുക്കണം. ക്രിപ്സി ആയിട്ട് അതൊന്ന് എടുത്തിട്ട് അപ്പം തന്നെ നോക്കരുത്. അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കണം. ഇത് റെഡി ആയിട്ടില്ല. നമുക്കിനി കുറച്ച് സമയം കൂടെ അത് ഇട്ട് കൊടുക്കാം.
അത് ഒരു പകുതി സമയം കഴിയുമ്പോൾ പിന്നെ നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡും കരിഞ്ഞു പോകും. അല്ലെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ തന്നെ വറുത്തിട്ട് ഒരു ലേശം ഉപ്പോ തൂവി കൊടുത്തിട്ട് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് അത് അങ്ങനെ ആ രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ല എരിവോട് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഇത് ഈ ചെയ്യുന്ന അതേ മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കറുത്ത കടലയല്ലേ നമ്മൾ പൊരിച്ചത് വാങ്ങിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ഇത് കടല പൊരിച്ചത്. പട്ടാണി എന്താ നമ്മുടെ ഗ്രീൻ പീസ്. അത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വാങ്ങിച്ചിട്ട് കറുമുറാന്ന് ചവച്ച് കൊടുക്കും. എനിക്കാണെങ്കിൽ ആ സോഫ്റ്റായിട്ട് കിട്ടുന്നതല്ല ഇഷ്ടം, ആ ഹാർഡായിട്ടുള്ള പട്ടാണി ഉണ്ടല്ലോ, അത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അതിലുള്ള എല്ലാം കോരി മാറ്റാണ്. അതിനകത്ത് കറിവേപ്പിലയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തണ്ടൊക്കെ ലേശം അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കോരി മാറ്റണം. അല്ലെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് കിടന്നത് കരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എല്ലാം നമുക്ക് ഇങ്ങനെ കോരി അങ്ങ് മാറ്റാം. അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അങ്ങനെ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തത് അതിന് അവിടെ നമുക്ക് ഫ്രൈ ആയി കോരിയെടുക്കാം. അതിലേക്കും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക നമുക്ക് ഇഷ്ടമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ വെളുത്തുള്ളി പൊരിച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്. ഇനി വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് എനിക്ക് പച്ചയ്ക്ക് വെളുത്തുള്ളി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറ്റിൽ എരിച്ചിലുണ്ടാകും. എരിച്ചിലും പിന്നെ ഭയങ്കര വയറ്റുവേദനയും ശരീരം കുഴഞ്ഞു വരികയൊക്കെ ചെയ്യും. എല്ലാവർക്കും ഒന്നും പറ്റില്ല വെളുത്തുള്ളി കഴിക്കാൻ. ഇവിടെ സാറാണെങ്കിൽ 2-3 വെളുത്തുള്ളിയൊക്കെയാണ് ഒരുമിച്ച് ചതച്ച് പച്ചയ്ക്കും കഴിക്കുമെന്ന്. അവർക്ക് യാതൊരു പ്രശ്നമില്ല. എന്നോട് പറയാം എങ്ങനെ കഴിക്കാം. ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ബോധമില്ലാണ്ടായിപ്പോവും, ശരീരം കുഴഞ്ഞിട്ട്. അങ്ങനെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു വയറാണ് എൻ്റെ, കുടലുമൊക്കെയാണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട ഒന്നും അങ്ങോട്ട് ചെല്ലത്തില്ല. ഇനി നമുക്ക് അതെല്ലാം കോരി മാറ്റി ആ പാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി വീണ്ടും ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ബട്ടർ കിടന്ന് നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കണം. അത് സ്കിന്നോട് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോളൂ. കൂടുതൽ കറിവേപ്പില ചേർക്കുന്നതൊക്കെ തന്നെ നല്ലത്. അതിനുശേഷം അത് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കിട്ടണം വെളുത്തുള്ളി, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതിലേക്ക് നമ്മളൊരു 5-6 വറ്റൽ മുളക് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ കടല കുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് സോൾട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാല അതിൻ്റെ പുറത്ത് പിടിക്കുകയില്ലേ, അപ്പോൾ അതിനൊരു ലേശം സോൾട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് തോന്നില്ല. അതിലേക്ക് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ചേർത്തത് സ്കിപ്പായതൊന്നു. പിന്നെ ഒറിഗാനോയുടെ പൗഡറാണ് ഒരു ലേശം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫിൻ്റെ മസാലയോ ഇറച്ചി മസാലയൊക്കെ ഇല്ലാതെ ഒരു ലേശം ചേർത്ത് കൊടുത്താൽ മതി. അത് വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പെരിഞ്ജീരകത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി.
നമ്മൾ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ കടല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൈസസ് എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പിയാണ്. എന്നിട്ട് നമ്മളത് ആ ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നമ്മൾ വെച്ചിരുന്നാൽ ഏറെ ദിവസം ഇരിക്കും. എല്ലാ ഭാഗത്തും നമുക്കിതൊന്ന് അടച്ചു വെക്കരുത്. അതിൻ്റെ ആ ചൂട് മാറുന്നിടം വരെ അടച്ചു വയ്ക്കാൻ പാടില്ല. അന്നേരം അത് ആവി തട്ടിയിട്ട് അത് പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തന്നെ സ്റ്റവിൽ നമ്മൾക്ക് വെച്ച് കൊടുക്കുക. ഇതെല്ലാം റെഡി ആയതിന് ശേഷം ആ സ്റ്റവിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്റ്റവ് ഓഫ് ചെയ്തിട്ട്. ഇതിപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക, അതിൻ്റെ ആ ചൂട് മാറുന്നിടം വരെ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പൊയ്ക്കളയരുത്, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ഒരു കടൽ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.